നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ അവിടെ കളഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അച്ഛന് ഞാൻ ഒരൊറ്റ മോനല്ലുള്ളൂ. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടി ഇത്തിരി താന്നാലെന്താ കുഴപ്പം? അച്ഛന്റെ വായയിൽ ഈ ഉടക്ക് വർത്താനുണ്ടല്ലോ, അതിതാ ഈ വഴിയിൽ കളഞ്ഞിട്ട് നല്ല സ്വഭാവത്തോടു കൂടി നമുക്ക് അവിടെ കയറി ചെല്ലാം. വാ, വണ്ടി കയറി വാ അച്ഛാ. ഒന്ന് ചിരിക്കച്ചാ, നമ്മള് നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലേക്കല്ലേ പോണ്. നീ വണ്ടി എടുക്കടാ. ഹായ് മുത്തശ്ശി. ഒന്ന് ഇറങ്ങച്ചാ. അല്ലടാ ജനാർദ്ദന, നിനക്ക് ഈ വഴിയൊക്കെ പരിചയമുണ്ടോ? എന്നെ മനസ്സിലായോ നിനക്ക്? പണ്ടങ്ങാണ്ടോ ഞാൻ നിന്നെ പെറ്റിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി, അച്ഛന്റെ തിരക്ക് കൊണ്ട് വരാത്തതല്ലേ, അതിന് പരാതി പറയല്ലേ. അതെ, മുത്തശ്ശി ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് വിളിക്കും മുത്തശ്ശി. അമ്മാവനോടെ കണ്ടില്ലല്ലോ. അച്ഛൻ വന്നേ, വാ വാ അച്ഛാ, വാ മുത്തശ്ശി വാ. നന്ദിനി എവിടെ മുത്തശ്ശി? പിള്ളേരൊക്കെയോ? ഇതാ വന്നല്ലോ. പ്രശാന്ത് ഏട്ടൻ എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്നേ? നിങ്ങളുടെ ചേച്ചി ഒന്നും പറഞ്ഞില്ലേ? ഞാൻ വന്നിട്ട് നേരെ നന്ദിനിയാണല്ലോ കണ്ടത്. ചേച്ചി ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ തെങ്ങിൻതോപ്പിലായിരുന്നു. എന്താ ഇരിക്കാത്ത? വാ അമ്മാവാ. മക്കളെ, അമ്മാവന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. ചായ കുടിക്കാനും വിശേഷം പറയാനോ ഒന്നും നേരമില്ല. ആര് പറഞ്ഞു? ഇഷ്ടം പോലെ നേരമുണ്ട്. ചായ അല്ല, വേണമെങ്കിൽ ഊണും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഈ ചെറുക്കനുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോടാ. സുദേവ, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ. വിവാഹം കഴിക്കുകയാണെങ്കിൽ നന്ദിനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് ഇവൻ വാശി കാണിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് നിങ്ങൾക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മാസം കഴിഞ്ഞ് ഇവൻ തിരിച്ചു പോവുക. അതിനു മുമ്പ് കല്യാണം നടത്തണം. അളിയനിങ്ങനെ എടുപിടി എന്നൊക്കെ പറഞ്ഞാല് ഇതിൽ കൂടുതൽ നന്നായിട്ട് ഞാൻ എങ്ങനെയാ പറയേണ്ടത്? നാളേക്ക് നാളെ വിവാഹം കഴിക്കാൻ വേറെ പെണ്ണുങ്ങളെ കിട്ടും. പക്ഷേ ഇവൻ ഇത് മാത്രം മതിയല്ലോ. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോകാം, മുഹൂർത്തം കുറിപ്പിക്കാം. ഒരു 2 ആഴ്ച, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. അമ്മാവൻ ക്ഷമിക്കണം. പ്രശാന്തേട്ടനോട് മുൻപേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർത്തികയുടെയും പ്രിയങ്കയുടെയും പഠിപ്പ് കഴിഞ്ഞിട്ട് അവർക്കൊരു ജോലി ആവാതെ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ലാന്ന്. അതുവരെ ഇവൻ കാത്തിരിക്കണം. ഇവന് വയസ്സെത്രയാന്നാ? കാത്തിരിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പ്രശാന്തേട്ടന് വേറൊരു വിവാഹം ആലോചിച്ചോളൂ. അങ്ങനെ പറയല്ലേ നന്ദിനി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അച്ഛനും കൂട്ടി ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിന്നിരുന്നതാ. അതൊക്കെ മാറ്റിച്ചിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പ്രശാന്തേട്ടന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തീരുമാനത്തില് ഒരു മാറ്റവും വരില്ല. ഇപ്പൊ തൃപ്തിയായാലോ നിനക്ക്? ഇവൾ ആരാടാ? ഇവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? അല്ലെങ്കിൽ തന്നെ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തിയെ കുടുംബത്തിലേക്ക് പിടിച്ചേറ്റാൻ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. മക്കളുടെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു കടമയാണല്ലോ എന്ന് കരുതി വന്നതാ. ജനാർദ്ദന, ഒരു കാര്യം പറയുമ്പോ സൂക്ഷിച്ചു പറയുക. ഇവള് നാട് മുഴുവൻ അലഞ്ഞു നടക്കുകയാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? പാല് കൊടുക്കാൻ പോകുന്നതും അതിന്റെ കാശ് പിരിക്കാൻ പോകുന്നതും അവള് ചെയ്യുന്ന ജോലിയല്ലേ? പിന്നെ നാട്ടുകാർക്കൊക്കെ അവളെ നന്നായിട്ട് അറിയാം. അവളെക്കുറിച്ച് നാട്ടുകാര് സംസാരിക്കുകയും ചെയ്യും.
അത് മോശ സ്വഭാവമായിട്ട് നടന്നതുകൊണ്ടല്ല, അവരോടൊക്കെ നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ടാ. ആ മതി മതി. ഈ കുടുംബത്തിന്റെ പുണ്യം ഒരുപാടൊന്നും കേൾക്കാൻ എനിക്കിഷ്ടമല്ല. വന്ന കാര്യം നടക്കുമില്ലയോ എനിക്കതറിഞ്ഞാ മതി. അളിയ, അത് ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. എല്ലാവരും കൂടി വട്ടമിരുന്ന് എന്താലോചിക്കാനാ? ആലോചിച്ചിട്ട് പൊന്നും പണമൊക്കെ ആകാശത്തുനിന്ന് താഴേക്ക് ഇറക്കാനുള്ള എന്തെങ്കിലും വിദ്യ അറിയോ? തന്റെ മടിത്തുമ്പത്ത് ഒരു മണ്ണാങ്കട്ടയും കാണില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോ ഇങ്ങനൊരു കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചതേ ഈ നിൽക്കുന്നവളുടെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ഞാൻ തരുന്ന പിച്ചയായിട്ടും. അമ്മാവാ, ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഞങ്ങളെ വളർത്താൻ വേണ്ടി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നാട് മുഴുവൻ അലഞ്ഞിട്ടുണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്. ആ നേരത്തും കാശുകാരനായിട്ട് അമ്മാവനിവിടെ ഉണ്ടായിരുന്നു. അമ്മാവന്റെ ഉമ്മറത്ത് എപ്പോഴെങ്കിലും അച്ഛൻ വന്ന് നിന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കണ്ടോ കണ്ടോ, അവളുടെ നാക്ക് പോകുന്നുണ്ടോ? ഒന്നും മിണ്ടാതിരിക്കച്ചാ. എന്തിനാടാ ഇങ്ങനെയുള്ളവളെയൊക്കെ വീട്ടിലേക്ക് കെട്ടിയെടുത്തോണ്ട് വരുന്നത്? അവിടെ വന്നാൽ തന്നെ ഇവൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയോ? തന്നിഷ്ടത്തിനല്ലാതെ പെരുമാറാൻ അറിയോ? കളഞ്ഞിട്ട് വാടാ. അച്ഛാ, നന്ദിനി, ഞാനൊരു തമാശക്കല്ല നിന്നെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് നീയില്ലാതെ വേറൊരു ജീവിതം ആലോചിക്കാനേ പറ്റില്ല. ഒന്ന് സമ്മതിച്ചൂടെ? വേണ്ട പ്രശാന്തേട്ടാ, ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഇത്ര അകലമുണ്ട്. ഇനി ഇങ്ങനെ ഒരു ബന്ധം കൂടി വന്നാല് നിത്യേന അത് കൂടിക്കൊണ്ടിരിക്കും. അമ്മാവൻ സമ്പന്നനായതിലും അമ്മാവന് വലിയ നിലയുണ്ടായതിലും ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. അതുപോലെ ഞങ്ങളുടെ അച്ഛന്റെ അഭിമാനവും ഞങ്ങൾക്ക് പ്രശ്ന. അച്ഛൻ ഒരാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. ഈ ബന്ധം കൊണ്ട് അതേ നടക്കൂ. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.